പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായ കാരുണ്യമായ നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥ, ഈ കൃപയുടെ സമയം നിന്റെ കരുണയെ ധ്യാനിച്ചുകൊണ്ട് നിന്റെ മുമ്പിലായിരുന്നു കൊണ്ട് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഈശോയെ, വിശുദ്ധ ഫൗസ്റ്റിനാക്കി അങ്ങ് വെളിപ്പെടുത്തി കൊടുത്ത ആ ഒരു വലിയ രഹസ്യം, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നവരെ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കത്തില്ല. 3 മണി സമയം ഈശോയെ, നിന്റെ പീഡാസഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നിന്റെ കരുണയിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും നീ സ്നേഹത്തിൽ ചേർത്ത് പിടിക്കും. നിന്റെ കരുണയാൽ അവരെ നിറയ്ക്കുമെന്ന് വലിയ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. 2 വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. 147 സങ്കീർത്തനം അതിൻ്റെ തിരുവചനം ഇപ്രകാരം പറയുന്നു: കർത്താവിനെ സ്തുതിക്കുവിൻ, നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുന്നത് എത്ര ഉചിതം. കാരുണ്യവാനായ അവിടുത്തേക്ക് സ്തുതി പാടുന്നത് ഉചിതം തന്നെ. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഇത്രമാത്രം കരുണ ചൊരിയുന്ന, ഇത്രമാത്രം സ്നേഹത്തോടെ നമ്മളെ പരിപാലിക്കുന്ന, നമ്മുടെ ഓരോ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് നമ്മളെക്കുറിച്ച് വിചാരമുള്ള ഒരു ദൈവം ഇതാ ഈ അൾത്താരയിൽ നമ്മുടെ കൂടെയായിരിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ദിവ്യഗാനത്തിലേക്ക് നോക്കി ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അപേക്ഷിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വലിയ കരുണയിൽ പൂർണ്ണമായി ആശ്രയം വെച്ചുകൊണ്ട് ഈ നിമിഷം നമ്മളായിരിക്കുക. ഹബക്കക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകും. പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനതയുടെ വേദനകളും നൊമ്പരങ്ങളും കണ്ട ആ ദൈവം ആ പ്രവാചകനിലൂടെ അവരോട് അരുളി ചെയ്ത കാര്യമാണ്: നിങ്ങൾ ആരും പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കാൻ പോലും തയ്യാറാകാത്ത രീതിയിലുള്ള വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ ദൈവം ചെയ്യാൻ പോവുകയാണ്. ആ ഒരു വലിയ ബോധ്യത്തോടുകൂടെ നിങ്ങൾ ദൈവത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ള കാര്യം പ്രവാചകൻ ഓർമ്മിപ്പിക്കുകയാണ്. കരുണയുടെ തിരുമണിക്കൂറിലും ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നതും നമ്മളോട് ആഹ്വാനം ചെയ്യുന്നതുമായ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എൻ്റെ കരുണയിൽ ആശ്രയിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ആരും പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത വലിയ കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു നിമിഷം കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവെ നിന്റെ നന്മയിലും കരുണയിലും സ്നേഹത്തിലും ശരണം വെച്ചുകൊണ്ട് നിന്റെ മുമ്പിലായിരിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം ഒരു മുടന്തന് ലഭിക്കുന്ന ഒരു വലിയ സൗഖ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം വീണ്ടും ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അവരോട് പറഞ്ഞ കാര്യം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിലായിരിക്കും. അത്ഭുതകരമായ പെന്തക്കോസ്ത് തിരുനാളിൻ്റെ സമയത്ത് പരിശുദ്ധാത്മാവിനെയൊക്കെ അവർ സ്വീകരിച്ച് കൂടുതൽ അഭിഷേകത്തോടെ തീക്ഷ്ണതയോടെ അവർ ക്രിസ്തുവിനെ അറിയാനും തുടങ്ങി, അറിഞ്ഞ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനും തുടങ്ങി. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ജെറുസലേം ദേവാലയത്തിൻ്റെ സുന്ദര കവാടം എന്ന് പറയുന്ന സ്ഥലത്ത് ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്ന ഒരു മുടന്തൻ പത്രോസിനെയും
മറ്റു ശിഷ്യന്മാരെയും കണ്ടു കഴിഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു, ഞങ്ങൾക്ക് വല്ലതും തരണമേ. നടക്കാൻ മേലാത്ത അവസ്ഥയിലാണ്. ഭിക്ഷ യാചിച്ചുകൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞ അവരോട് അവൻ്റെ വേദനകളും അവൻ്റെ സങ്കടവും ഒക്കെ കണ്ടിട്ട് പത്രോസ് അവനോട് പറയുന്നുണ്ട്, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക്. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ തരുന്നു. നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക്. പ്രിയപ്പെട്ടവരെ, പത്രോസ്ലീഹ എന്ത് കണ്ടിട്ടാണെന്ന് പറഞ്ഞു? അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു ബോധ്യം എന്ന് പറയുന്നത് അവൻ്റെ കൂടെ, അവൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട് എന്നുള്ള വലിയ ബോധ്യം. ഞങ്ങൾ കണ്ടതും കേട്ടതും സ്പർശിച്ചതുമായ ക്രിസ്തു എൻ്റെ ഉള്ളിൽ ഇന്നുമുണ്ട്. അവൻ അയച്ച സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകും. ആ ഒരു വലിയ ബോധ്യത്തോടെയാണ് പത്രോസ്ലീഹ പറയുന്നത്, സ്വർണമോ വെള്ളിയോ ഒന്നുമല്ല, നീ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സ്വർണമോ വെള്ളിയല്ല, അതിനേക്കാൾ വലിയ കാര്യം നിനക്ക് ഞാൻ ചെയ്യാൻ പോകുന്നു. കാരണം ഈശോയുടെ നാമത്തിൽ, എൻ്റെ ഉള്ളിലുള്ള ഈശോയുടെ ആ ഒരു വലിയ സാന്നിധ്യത്താൽ നിനക്ക് വലിയ സൗഖ്യം ലഭിക്കാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഹബക്കൂക്ക് 1:5 ഒരു പൂർത്തീകരണം പോലെ അവിടെ പത്രോസ്ലീഹായുടെ ആ ഒരു വാക്കിലൂടെ അവന് സൗഖ്യം ലഭിക്കുകയാണ്. അവൻ്റെ കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ച് നടത്താൻ രോഗസൗഖ്യമുള്ളവനായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, ഇത്രയും നാളും സാധാരണക്കാരിൽ സാധാരണക്കാരനായി, മീൻപിടുത്തക്കാരനായി ഈശോയുടെ കൂടെ നടന്നിരുന്ന പത്രോസ്ലീഹ ഈശോയെ പോലെ അത്ഭുതം പ്രവർത്തിക്കാൻ തുടങ്ങി. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത രീതിയിൽ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യുന്നത് അപ്പോസ്തലന്മാരിലൂടെ ദൈവജനം കണ്ടു. പ്രിയപ്പെട്ടവരെ, അവിടെയൊക്കെ എല്ലാവർക്കും സംഭവിച്ച ഏറ്റവും വലിയ മാറ്റം, എൻ്റെ ഈശോയെ, നിന്നെ അറിയാൻ വൈകിപ്പോയല്ലോ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസിൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ അവരെല്ലാം പറഞ്ഞ കാര്യം, ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടാൻ ഞങ്ങൾ തയ്യാറാണ്. എന്ത് മാറ്റമാണ് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? യേശുക്രിസ്തുവിനെ ഞങ്ങൾ നാഥനും രക്ഷകനുമായി ഏറ്റുപറയാൻ തയ്യാറാണ്. ഒരു വലിയ ഒരു അഭിഷേകത്തിലേക്ക് ആണ് ആളുകൾ വളർന്നത്. ശക്തമായ വിശ്വാസം, ഒരു ശക്തിക്കും, ലോകത്തിലെ ഒരു ശക്തിക്ക് പോലും തകർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശക്തമായ ഒരു വലിയ വിശ്വാസ ബോധ്യത്തിലേക്ക് ആദിമസഭ വളർന്നു. ഒത്തിരിയേറെ പീഡനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ്. വാളിനിരയാക്കി എണ്ണയിലൊക്കെ ഇട്ട് വറുത്തു. ഒത്തിരി അതിക്രൂരമായ രീതിയിൽ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ള വലിയ ശിക്ഷകളൊക്കെ ഉണ്ടായിരുന്നപ്പം അതിനെയൊക്കെ ചങ്കുറപ്പോടെ ധീരതയോടെ ഏറ്റെടുത്ത ആദിമ ക്രിസ്ത്യാനികൾക്ക് ലഭിച്ച ആ ഒരു വലിയ, അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ബോധ്യം, ഞങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവുണ്ട്. ഞങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നുണ്ടെങ്കിലും അത് ക്രിസ്തുവിന് വേണ്ടി. പൗലോസ്ലീഹായെ പോലെ അത്രമാത്രം തീക്ഷ്ണതയോടെ ആദിമസഭ മുന്നോട്ട് പോയി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കൃപയുടെ സമയം നമുക്ക് നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തെ പരിശോധിക്കും. എത്രമാത്രം തീക്ഷ്ണതയോടെ, ആഴമായ ബോധ്യത്തോടെയാണ് നമ്മൾ ഈശോയെ മനസ്സിലാക്കുക. സർവവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം, ഞാൻ പാപിയായിരുന്നിട്ടും പാപം ചെയ്ത് ശത്രുതയിലായിരുന്ന എന്നെ ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്താൽ വീണ്ടെടുത്തവൻ, ദൈവം അയച്ച ദൈവത്തിൻ്റെ കാരുണ്യം ഈശോയിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയപ്പോൾ, അവൻ കുർബാനയായി നമ്മുടെ കൂടെ ഇന്നും വസിക്കുമ്പോൾ ആ ഒരു വലിയ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരു കൈയകലത്തിൽ നമ്മുടെ മുമ്പിൽ സർവശക്തനായ ദൈവം നിലകൊള്ളുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, ഈശോയെ, നിന്റെ കരുണയിൽ ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ നിന്റെ കരുണയിൽ ആശ്രയിക്കുവാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ ഏറ്റവും കൂടുതൽ ലോകത്തിൻ്റെ മോഹങ്ങളും ലോകത്തിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചൊക്കെ ജീവിക്കുവാനും ജീവിത സാഹചര്യങ്ങളെ കാണുവാനും ഒക്കെയുള്ള വലിയ പ്രലോഭനമുണ്ട്. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത രീതിയിലുള്ള വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ സാധിക്കുന്നവൻ നീ മാത്രമാണ്. ലോകത്തിലെ ശക്തിക്ക്
പറ്റാത്തത് നിനക്ക് ചെയ്യാൻ പറ്റും. വിശ്വസിക്കുന്നവന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കർത്താവേ, ആ ഒരു വലിയ ബോധ്യത്തോടെ ഈ നിമിഷം കൃപയുടെ സമയം ഞങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. ദിവ്യകാരുനാഥന്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ച് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളും, കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും, വ്യക്തിപരമായ നിയോഗങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കും. പ്രത്യേകമായി ലോകത്തിൽ കഠിന പാപികളുടെ മാനസാന്തരത്തിന് ലോകത്തിലുള്ള എല്ലാവരും ഈശോയെ അറിയുവാനും ഈശോയെ നിന്റെ കാരുണ്യത്തിലേക്ക് അവരെല്ലാവരും നടന്നെടുക്കുവാനും കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണയാൽ അവരെ ആകർഷിക്കണമേ. നല്ല ബോധ്യങ്ങൾ നൽകി ആത്മാവിൻ്റെ പ്രേരണയാൽ ആത്മാവ് നയിക്കുന്നത് പോലെ ജീവിക്കുവാൻ കർത്താവെ നിന്റെ ജനത്തെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ജീവിത പങ്കാളിയെയും മക്കളെയും മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെ എല്ലാം സമർപ്പിക്കുന്നു. ഈശോയെ, ഒത്തിരിയേറെ ത്യാഗങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെയൊക്കെ ഞങ്ങളുടെ കുടുംബങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾ കടന്നു പോകുന്നുണ്ട്. പലപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല. പക്ഷെ അവിടെയൊക്കെ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് കർത്താവേ നിൻ്റെ വലിയ അനുഗ്രഹം മാത്രമാണ്. നിൻ്റെ കരുണയും സ്നേഹവും ഞങ്ങളിലേക്ക് നീ നൽകുന്നത് മൂലം സഹനങ്ങളുടെ നടുവിലും ധീരതയോടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കത് സഹായകമാണ്. ഈശോയെ, ഇനിയുള്ള ദിവസങ്ങളിലും ഇനിയുള്ള നാളുകളിൽ നിന്റെ കരുണയിൽ പൂർണ്ണമായ ആശ്രയം വെച്ച് മുന്നോട്ട് പോകാൻ കൃപ തരണമേ. ഈശോയെ, എല്ലാവരും അങ്ങേ അറിയുവാനും ആ സ്നേഹത്തിൽ ജീവിക്കുവാനും കർത്താവെ കൃപ നൽകണമേ. നമ്മുടെ വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥനകളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.